കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച. ഇരുമ്പ് തൂൺ ഇളകി വീണ 2 പേർക്ക് പരിക്കേറ്റു. സ്റ്റേഷൻ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിന്നാണ് തൂൺ താഴേക്ക് പതിച്ചത്. ഇതിനിടെ കണ്ണൂർ വളപട്ടണത്ത് റെയിൽവേ ട്രാക്കിൽ യാത്ര തടസ്സപ്പെടുത്തി സ്ലാബിൻ കഷ്ണം കണ്ടെത്തി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ 1-ാം പ്ലാറ്റ്ഫോമിൽ ജനറൽ കമ്പാർട്ട്മെന്റ് നിൽക്കുന്നിടത്താണ് അപകടമുണ്ടായത്. തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷന്റെ തന്നെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നുണ്ട്. ഈ കെട്ടിടത്തിന്റെ 3-ാമത്തെ നിലയിൽ നിന്നാണ് ഇരുമ്പ് തൂൺ താഴേക്ക് പതിച്ചത്. ആ സ്ത്രീയും അവരുമായിട്ട് വന്ന് ആ സ്ത്രീ ഈ ഉച്ചിയിൽ മൊത്തം പൊട്ടി, തലേന്ന് നീളത്തിൽ പൊട്ടി. ആ മറ്റേ പുരുഷനിക്ക് ആ ചെറുപ്പക്കാരൻ്റെ തലയും പൊട്ടി. അത് രണ്ടും പൊക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, വണ്ടി കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെറുപ്പക്കാരനെ ഓടി വന്ന് അവിടെ പൊക്കിയത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപകടത്തിൽ കൊല്ലം നീരാവിൽ സ്വദേശി സുധീഷ്, മൈനാഗപ്പള്ളി സ്വദേശി ആശ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. നിർമ്മാണം നടത്തുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ പാലിച്ചില്ലെന്ന ആരോപണമുണ്ട്. താഴെ കൂടുതൽ ആളുകൾ നിൽക്കുന്നതിനാൽ നിർമ്മാണ മേഖലയിൽ വല സ്ഥാപിക്കാറുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള വലയും കാണാനില്ല. റെയിൽവേ അന്വേഷണത്തിന് ഉത്തരവിടുമെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. കണ്ണൂർ വളപട്ടണത്ത് റെയിൽവേ ട്രാക്കിൽ സ്ലാബിൻ കഷ്ണം കണ്ടെത്തി. കൊച്ചുവേളി ബാവൂർ നഗർ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാണ് സ്ലാബിന്റെ കഷ്ണം കണ്ടത്. ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. സ്ലാബ് മാറ്റിയ ശേഷമാണ് ട്രെയിൻ യാത്ര തുടർന്നത്. കണ്ണൂർ ബ്യൂറോയ്ക്കൊപ്പം റിപ്പോർട്ടർ, കൊല്ലം.